ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നെക്സ്റ്റ് ഓഡിയോസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നൊരു കാറിലും മോട്ടറിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ചെയ്തെടുത്തൊരു 4.1 ആംപ്ലിഫയറാണ്. നമ്മൾ 2.1 ആംപ്ലിഫയറാണ് നമ്മൾ കൂടുതലായിട്ട് നമ്മുടെ കാറിലും മോട്ടറിലൊക്കെ നമ്മൾ യൂസ് ചെയ്യാം. പക്ഷേ ഇത് നമ്മൾ 4.1 ആക്കിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ അത് ചെയ്യാനുള്ള കാരണം നമ്മുടെ കാറിലും ഒക്കെ വരുമ്പോൾ നമുക്ക് ഡോർ സ്പീക്കേഴ്സും അതുപോലെ തന്നെ ബാക്കിൽ 2 റിയർ സ്പീക്കേഴ്സും നമുക്ക് കൊടുത്തിരിക്കും. അപ്പോൾ അതിൽ 2.1 ആംപ്ലിഫയർ ഒരിക്കലും പോസിബിൾ അല്ല നല്ലൊരു സൗണ്ട് ക്വാളിറ്റി കിട്ടാൻ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ 4.1 ആംപ്ലിഫയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിലായിട്ടൊരു പവർ ഓൺ സ്വിച്ചും ബേസ്, ട്രിബിൾ, ഫ്രണ്ട് വോളിയം, സറൗണ്ട് വോളിയം, സബ് വോളിയം ഇതെല്ലാം നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കാരണം നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഇതിൻ്റെ വോളിയം ഫ്രണ്ട് ആയാലും ബാക്ക് ആയാലും നമുക്ക് വോളിയം സെപ്പറേറ്റ് ആയിട്ട് തന്നെ കൂട്ടാനും കുറയ്ക്കാനും സാധിക്കും. അപ്പോൾ അങ്ങനെ ചെയ്തെടുത്തൊരു ആംപ്ലിഫയറാണ് ഇത്. അപ്പോൾ ആംപ്ലിഫയറിൻ്റെ ബാക്ക് സൈഡിൽ വരികയാണെങ്കിൽ നമ്മൾ ഇതെല്ലാം വയർ കണക്ടർ ഉപയോഗിച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഫ്രണ്ട്, ലെഫ്റ്റ്, റൈറ്റ് ആയാലും നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പിലാണ്. അതുപോലെ തന്നെ സബ്, സറൗണ്ടിങ് ലെഫ്റ്റ്, സറൗണ്ടിങ് റൈറ്റ് ഇത് നമ്മുടെ ബാക്ക് സ്പീക്കേഴ്സിലേക്ക് വരുന്നതാണ്. മിക്കവാറും നമ്മൾ കാറിലൊക്കെ ഓവൽ സ്പീക്കറാണ് നമ്മൾ ബാക്കിലായിട്ട് സെറ്റ് ചെയ്യുക. പിന്നെ നമുക്ക് DC സപ്ലൈ എടുക്കാനുള്ള വയറാണ്, പോസിറ്റീവും നെഗറ്റീവും. അപ്പോൾ ആംപ്ലിഫയറിൻ്റെ വയറിങ് കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. ഇതൊരു കാസ്റ്റീരിയോ ക്യാബിനറ്റിൽ ചെയ്തെടുത്തതുകൊണ്ട് തന്നെ ഇതിൻ്റെ സൈസും വളരെ കമ്മിയാണ്. അപ്പോൾ നമുക്ക് ആ ചെറിയ ക്യാബിനറ്റിൽ നമ്മൾ ഒതുക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മളൊരു ആംപ്ലിഫയർ 100 വാട്ട് സബും അതുപോലെ തന്നെ 30 വാട്ട് വീതം നമുക്ക് 4 ചാനലും കിട്ടുന്ന രീതിയിലാണ് ഈ ആംപ്ലിഫയർ ചെയ്തിരിക്കുന്നത്. അതിനുവേണ്ടി നമ്മൾ DC to DC 24 വോൾട്ടും അതുപോലെ തന്നെ 10 ആംപിയറിൻ്റെ SMPS ഉപയോഗിച്ചിട്ടുണ്ട്. STK ആണ് നമ്മൾ ചാനലിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്, STK IC. പിന്നെ സബിന് വേണ്ടി മോസ്ഫെറ്റിൻ്റെ തന്നെ ഇൻബിൽട്ട് സബ് ഫിൽറ്റർ ഉള്ളൊരു സബ് വൂഫർ ബോർഡാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. അത് നമുക്ക് 100 വാട്ട് ഔട്ട്പുട്ട് കിട്ടും. അതുപോലെ തന്നെ BT ബോർഡ്, പകാരിയ കമ്പനീൻ്റെ USB മോഡുകൾ കാര്യങ്ങളൊക്കെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ നല്ലൊരു ക്വാളിറ്റി. നമുക്ക് ഇതിൽ ഫാൻ ഉപയോഗിക്കുന്നില്ല, അതുകൊണ്ട് തന്നെ നമ്മളിതിൽ ഹെവി ആയിട്ട് ഹീറ്റ്സ് നമ്മൾ 2 ബോർഡ് നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 12 വോൾട്ട് ബാറ്ററി നമ്മൾ പോസിറ്റീവ് നെഗറ്റീവ് അതുപോലെ തന്നെ സ്പീക്കേഴ്സൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ കണക്ട് ചെയ്തതാണ്. അതുപോലെ തന്നെ ഒരു 8 ഇഞ്ചിൻ്റെ ഒരു സബ് വൂഫറാണ് നമ്മളിത് വർക്ക് ചെയ്യിപ്പിച്ച് കാണിക്കാൻ വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ ക്വാളിറ്റി നമുക്ക് നോക്കാം, സൗണ്ട് ക്വാളിറ്റി. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഇത് ഉണ്ടാക്കിയിരുന്നത് 10 ഇഞ്ച് സബ് വൂഫറും അതുപോലെ തന്നെ സ്പീക്കേഴ്സ് നമുക്ക് 6 ഇഞ്ച് to 8 ഇഞ്ച് വരെയുള്ള സ്പീക്കേഴ്സ് നമുക്ക് ഇതിൽ കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ വർക്കിംഗ് വീഡിയോ, നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.